ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാലക്കാട് ചിറ്റൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ചു. അമ്മയ്ക്കും 3 കുട്ടികൾക്കും പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അപകടം എന്ന് പ്രാഥമിക നിഗമനം. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. ആ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ആദ്യം. നിലവിളി കേട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് ഓടുന്നത്. ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ പുറകിൽ നിന്നാണ് തീ വരുന്നത്. അതാണ് നമ്മൾ കണ്ടത്. കുട്ടികളെ എങ്ങനെയൊക്കെയോ തള്ള രക്ഷപ്പെടുത്തിയിട്ട് പുറകിൽ വിട്ടിട്ടുണ്ട്, വണ്ടിയുടെ പുറകിൽ അപ്പുറത്തെ സൈഡ്. അത് കഴിഞ്ഞിട്ട് മുത്തിത്തള്ള അവിടെ നിലവിളിക്കുന്നുണ്ട്. ഇനി അമ്മ കത്തിക്കരിഞ്ഞ് മേൽ പൊള്ളിയിട്ട് വെളിയിൽ വന്ന് ഉരുള് താഴ്ത്ത് നിലത്ത് വെളിയിൽ കടകളിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കാറിൽ കയറുകയാണ്. അപ്പോൾ അമ്മ പെണ്ണിൻ്റെ അമ്മ വരാൻ വൈകി. അപ്പോൾ അവർ കാർ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയില്ല. വണ്ടിയിലുണ്ടായിരുന്നു ഒരു 4 ആൾ. ഫയറും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫയർ സർവീസും അതുപോലെ തന്നെ ആംബുലൻസും എല്ലാം വിളിച്ചു വരുത്തി കൊണ്ടുപോകുന്ന സമയത്താണ് കുട്ടികളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും 80% മൊത്തം 3 കുഞ്ഞുങ്ങളും അമ്മയും. ആദ്യം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ബേണിംഗ് ICU ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പാലാനിക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. മറ്റേത് എറണാകുളത്തേക്ക് 2 പേരെ മാറ്റി എന്നാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്നും, നിതിൻ അംബുജൻ എറണാകുളത്ത് ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ആദ്യം അറിയേണ്ടത്. അവരെ 2 പേരെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ചികിത്സയിലുള്ളവരുടെ നില എങ്ങനെയാണ്? പാലന ആശുപത്രിയിലെ നഴ്സ് LC മാർട്ടിൻ, അവർക്ക് 38 വയസ്സുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മകൾ അലേന മാർട്ടിൻ, ആ കുട്ടി 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇത് കൂടാതെ ആൽഫി, കുട്ടിക്ക് 6 വയസ്സാണുള്ളത്. പിന്നെ എയ്മി 3 വയസ്സുള്ള പെൺകുട്ടി. ഇങ്ങനെയാണ് ആ പരിക്കേറ്റ ആളുകൾ ഉള്ളത്. എന്തായാലും ഈ 3 പേരിൽ ഈ അമ്മയുടെയും അതുപോലെ തന്നെ അലേന മാർട്ടിന്റെയും ആൽഫിയുടെയും നില ഗുരുതരമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഈ പറയുന്നത് പോലെ എയ്മി എന്ന പെൺകുട്ടി മാത്രമാണ് പാലന ആശുപത്രിയിൽ. നേരത്തെ നമ്മൾ കണ്ട പ്രതികരണം ഒന്ന്, ആദ്യം ആ ദൃശ്യങ്ങൾ കണ്ട അയൽവാസിയായ ജോൺ എന്ന മനുഷ്യന്റേതാണ്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. പുറകിൽ നിന്നാണ് തീ കത്തി വന്നിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബം, ഈ അമ്മ ജോലി കഴിഞ്ഞു വന്നതിന് ശേഷം പിന്നീട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ ഒരുങ്ങി മക്കൾ ആദ്യം 3 പേരും കാറിൽ കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അമ്മയും കയറി. അമ്മയുടെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു. അവർ വാതിൽ പൂട്ടി, കതക് പൂട്ടി പുറത്തേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. പിന്നീട് തീപിടുത്തമായി മാറുന്നതും. എന്തായാലും ഈ LC മാർട്ടിൻ തന്നെയാണ് ഈ കുട്ടികളെ കൃത്യമായ രീതിയിൽ പുറത്തേക്ക് എടുത്ത് രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ ജീവന ഭീഷണിയില്ലാത്ത തരത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ അമ്മയ്ക്കും കാര്യമായ രീതിയിലുള്ള പൊള്ളലേറ്റിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയും ഒക്കെ തന്നെ വിളിച്ചു അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരു 15 നിമിഷത്തിനകം തന്നെ നാട്ടുകാർക്ക് സാധിച്ചു. ആളുകൾ എല്ലാവരും തന്നെ ഓടിക്കൂടിയിരുന്നു. എന്തായാലും ആദ്യം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ശേഷം പാലന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് 3 പേരെ മാറ്റിയെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അവരെ മെഡിക്കൽ സെന്ററിലേക്ക്, എറണാകുളത്തെ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റിയെന്ന് വിവരം വരുന്നുണ്ട്. ആശുപത്രിയിലെ നഴ്സായ LC മാർട്ടിൻ, അതുപോലെ തന്നെ അലേന മാർട്ടിൻ, ആൽഫി എന്ന 3 പേരെ മാറ്റിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നിതിൻ അംബുജൻ റിപ്പോർട്ട്. അതാണ് നിതിൻ അതിന്റെ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, പാലക്കാട് ചിറ്റൂരിലെ കാർ അപകടത്തിൽ 2 പേരെ ഇപ്പോൾ എറണാകുളത്ത് മെഡിക്കൽ സെന്ററിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പരിക്കേറ്റ 2ാമത്തെ കുട്ടിയെയും ഇപ്പോൾ അല്പനിമിഷം മുമ്പ് അവിടെ എത്തിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകും. നിതിൻ, 2 കുട്ടികളെയാണോ അവിടേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്? വിജുമാർ, അതിദാരുണമായ ഒരു അപകടമാണ് വൈകിട്ട് പാലക്കാട് ചിറ്റൂരിൽ നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലാണ്. ഇപ്പോൾ ഇവിടെ 2 കുട്ടികളെ എത്തിച്ചു. അല്പം മുമ്പാണ് 2 കുട്ടികളെ എത്തിച്ചത്. മനസ്സിലാക്കുന്ന പ്രകാരം 2 കുട്ടികളുടെയും ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പോൾ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണ്. ഗുരുതരമായ നിലയിലാണ് പൊള്ളലേറ്റത്. ഇവരാണിപ്പോൾ പാലക്കാട് നിന്ന് അല്പം മുമ്പ് തന്നെ ഇവരെത്തിച്ചത്. ഇനിയിപ്പോൾ കുട്ടിയുടെ അമ്മയെ വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഏതാണ്ട് 7:15 കൂടിയാണ് പാലക്കാട് നിന്ന് ഇവർ പുറപ്പെട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ അല്പം മുമ്പനെ പാലാരിവട്ടത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടികൾക്കുള്ള ചികിത്സ ആരംഭിച്ചു. ബേണിംഗ് ICU ഇല്ലാത്ത കാരണമാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. വിദഗ്ധ ചികിത്സ ഈ ആശുപത്രിയിൽ നിന്ന്, പൊള്ളലേറ്റ അപകടങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ഈ ആശുപത്രിയിൽ നിന്നും ലഭിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ 2 കുട്ടികളെയും ഇവിടേക്ക് എത്തിച്ചത്. ഇവിടേക്ക് കുട്ടികളെ എത്തിക്കുമ്പോൾ പരിക്ക് ഗുരുതരമായിരുന്നു. ഏതാണ്ട് 80%-ലേറെ പൊള്ളലേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികളെ എത്തിച്ചത് ഇവരാണ്. എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഒരു സാഹചര്യം? കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു വരുമ്പോൾ? അന്നപ്പോൾ നല്ല പൊള്ളലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പൊള്ളലുണ്ടായിരുന്നു.
ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറക്കിയത്. 108 നിന്നാണ് ഇറക്കിയത്. അപ്പോൾ 3 പിള്ളേരും ആ ഒരു വണ്ടിയിൽ തന്നെയാണ് വന്നത്. അതിനുശേഷമാണ് അമ്മ വന്നത്. നല്ലൊരു ഇപ്പം ഞങ്ങൾ ഉള്ളിൽ കയറ്റി അപ്പോഴത്തേനും ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ പാലിനെ തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടറെയൊക്കെ വിളിച്ച് വരുത്തി എമർജൻസി. അപ്പോഴത്തേനും അവിടെ പറ്റില്ല പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഫസ്റ്റ് തന്നെ എമർജൻസി ആയിട്ടുള്ള കൊച്ചിനെ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവന്നു. ബാക്കിയുള്ളത് പറഞ്ഞാൽ IC വണ്ടി വേറെ പുറത്തുനിന്ന് വിളിച്ച് അങ്ങനെ നമ്മുടെ പുറകെ തന്നെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ തന്നെ എല്ലാ വണ്ടികളും വരുന്നുണ്ടായിരുന്നു. പിന്നെ പോരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ട് കുട്ടികളാണ് ഇവിടെ എത്തിച്ചത്. ഇവിടെ 2 കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. അമ്മ പുറകെ വരുന്നുണ്ട്. അവരുടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുതരമായ ഒരു അവസ്ഥയായിരുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ പുള്ളിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ഏകദേശം 60% പൊള്ളലുണ്ട്. ഇനി പുറകെ വരുന്ന അമ്മയ്ക്കും അതേ ഒരു സ്ഥിതിയിലാണ് എല്ലാവരും വരുന്നത്. കുട്ടികൾക്കും ആ നിലയിലാണോ പൊള്ളലേക്ക്? നല്ല പൊള്ളലുണ്ട്. 60% ഉണ്ട്. ഇനിയും അതായത് ഇളയ കുട്ടിയെയും പിന്നെ ആൽഫിനെയാണ് എത്തിച്ചത്. ഇളയ കുട്ടിക്കും 50% മേളിലുണ്ട്. 55% പൊള്ളലായിട്ടുണ്ട്. ഇളയ കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നു. അത് 3 വയസ്സുള്ള കൊച്ചു. മുമ്പായിട്ട് ആൽഫി. അതെ ഒരു 80% പൊള്ളലേറ്റിട്ടുണ്ട്. അമ്മയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയുന്നത്? അമ്മയുടെ അവസ്ഥയും കുറച്ച് കുട്ടികളെക്കാട്ടിയും അമ്മയ്ക്കാണ് കുറച്ചുകൂടെ കൂടുതൽ. അമ്മയുടെ അവസ്ഥയും ഗുരുതരമാണ്. അല്പസമയത്തിന് തന്നെ അമ്മയും കൂട്ടി ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തും. പാലന ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് 7:15 കൂടിയാണ് പുറപ്പെട്ടത്. 2 കുട്ടികൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ ഇപ്പോൾ ഇവിടെ നൽകി വരികയാണ്. അല്പസമയത്തിന് മുമ്പ് ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി നിതിൻ, എന്തായാലും 2 കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ എറണാകുളത്ത് മെഡിക്കൽ സെന്ററിൽ എത്തിച്ചിട്ടുണ്ട്. അമ്മയും അല്പസമയത്തിനകം അവിടേക്ക് കൊണ്ടുവരും. പരിക്ക് പൊള്ളൽ ഗുരുതരമാണ് എന്നതാണ് അവിടേക്ക് എത്തിച്ച നാട്ടുകാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബാക്കി ഡോക്ടേഴ്സ് പരിശോധിച്ച ശേഷമായിരിക്കും എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്നൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരിക. ഏതായാലും അതിദാരുണമായ ഒരു അപകടമാണ്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് അത് പൊട്ടിത്തെറിച്ചത്. അമ്മയും 3 മക്കളുമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് 3 പേർക്കും കാര്യമായ പൊള്ളലേറ്റു. ഈ ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആലപ്പുഴയിൽ കോളേജ് വിദ്യാർത്ഥിനിയോട് സ്വകാര്യ ബസിന്റെ കൊടും ക്രൂരത. വിദ്യാർത്ഥിനി ഇറങ്ങും മുൻപ് ബസ് അമിത വേഗത്തിൽ മുന്നോട്ടെടുത്തു. ഫുട്ബോളിൽ നിന്ന് വീണ വൈദ്യുത പോസ്റ്റിൽ തലയിടിച്ച വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റു. ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്താതെ പോയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഈ വൈരാഗ്യ നടപടി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, അങ്ങേറ്റം ക്രൂരമായ ഒരു നടപടിയാണ് സ്വകാര്യ ബസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെ, ഏത് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഇപ്പോൾ? വിജയകുമാർ, ആദ്യം തന്നെ പറയട്ടെ, ദേവികൃഷ്ണ എന്ന വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല. നിലവിൽ എറണാകുളം അമൃത ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഈ സംഭവത്തിലേക്ക് വന്നാൽ, പുന്നപ്ര കോപ്പറേറ്റീവ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ഈ വിദ്യാർത്ഥിനി. വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിലേക്ക് വരും വഴിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് വിദ്യാർത്ഥിനിക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷേ ആവശ്യപ്പെട്ടെങ്കിലും അവിടെ ഈ സ്വകാര്യ ബസ്, അല്ലമീൻ എന്ന പേരുള്ള സ്വകാര്യ ബസ് നിർത്താൻ തയ്യാറായില്ല. ഈ വിദ്യാർത്ഥിനി അത് ചോദ്യം ചെയ്യുകയും ബസ് ജീവനക്കാരുമായി ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിർത്തണമെന്നാവശ്യപ്പെട്ടു. തൊട്ടടുത്ത സ്റ്റോപ്പ് തിരുവമ്പാടി ജംഗ്ഷനാണ്. അവിടെ ബസ് സ്ലോ ചെയ്യാൻ, അതായത് നിർത്താനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ വിദ്യാർത്ഥിനി ഈ ഫുട്ബോളിന്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചു. ഇറങ്ങാനുള്ള ശ്രമമാണ് എന്ന് കണ്ടപ്പോൾ കൂടുതൽ ബസ് സ്ലോ ചെയ്യുകയും, പക്ഷേ ഇറങ്ങാനായി താഴേക്ക് കാലെടുത്ത് വെക്കും മുമ്പേ തന്നെ ബസ് അമിത വേഗതയിൽ മുന്നോട്ടെടുക്കുകയുമായിരുന്നു. ഈ അമിത വേഗതയിൽ മുന്നോട്ടെടുത്ത ആ ഒരു സെക്കൻഡിൽ വിദ്യാർത്ഥിനിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് തുറന്നു കിടന്ന ഡോറിൽ നിന്ന്, ഫുട്ബോളിൽ നിന്ന് വിദ്യാർത്ഥിനി റോഡിലേക്ക് വീണത് ഒരു ഫുട്ബോൾ ഈ വൈദ്യുതി പോസ്റ്റിലേക്കാണ്. തലയിടിച്ച് ഗുരുതര പരിക്ക് ആ സമയത്ത് തന്നെ ഉണ്ടായി. ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് തലയിടിച്ച് വീണ ഉടനെ തന്നെ ഈ വിദ്യാർത്ഥിനി അബോധാവസ്ഥയിൽ റോഡിലേക്ക് വീഴുന്നതാണ്. തൊട്ടു പിന്നാലെ തന്നെ സ്വകാര്യ ബസ് മുന്നോട്ടെടുത്ത് പോവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് പിന്നാലെ വന്ന ഒരു സ്വകാര്യ കാറിലാണ് കുട്ടിയെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ ന്യൂറോ സർജന്റെ അഭാവം ഉണ്ടായിരുന്നതിനാലാണ് പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. തലയിൽ അശ്വിന്, ഇതിപ്പോൾ കുട്ടിക്ക് ഗുരുതരമായ പരിക്കില്ല എന്നത് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. മറ്റൊന്ന്, ഈ സ്വകാര്യ ബസ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ, നിയമപരമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യണമല്ലോ. അത് ആലപ്പുഴയിൽ പോലീസ് അതിന് തയ്യാറായിട്ടുണ്ടോ?
നിലവിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ഈ സ്വകാര്യ ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 ജീവനക്കാരോടും ഡ്രൈവറോടും ഒപ്പം കണ്ടക്ടറോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട പ്രകാരം അവർ ഹാജരാവുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയുമാണ്. ഇനി തുടർ നടപടി പ്രാഥമിക കേസ് പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസ് എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. ഇതിന് കേസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ തുടർ നടപടികൾ നാളത്തേക്കാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവുക. നിലവിൽ ഈ ബസ്സും ജീവനക്കാരും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വിജയകുമാർ. യെസ്, ഇപ്പോൾ നിരക്ക് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കുകയും സൂചനാ പണിമുടക്ക് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ അവർ ഈ അവകാശങ്ങളെപ്പറ്റി മാത്രമാണ് എപ്പോഴും സംസാരിക്കുന്നത്. പ്രാഥമികമായി ഈ സ്വകാര്യ ബസ് ഉടമകളുടെയും അതിലെ ജീവനക്കാരുടെയും കടമകൾ അവർ പലപ്പോഴും മറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അത് എന്താണ് എന്ന് അവരെ പഠിപ്പിക്കേണ്ടത് ഇനിയിപ്പോൾ ആലപ്പുഴ പോലീസിന്റെ ചുമതലയാണ്. അത് ചെയ്യും എന്ന് നമുക്ക് കരുതാം. കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കും, മോട്ടോർ വാഹന വകുപ്പ് കടക്കും എന്ന് പ്രതീക്ഷിക്കാം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നത് ഒരാശ്വാസ വാർത്തയാണ് ഈ വൈകുന്നേരം വരുന്നത്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലുണ്ടായ വാഹന അപകടങ്ങളിൽ 2 പേർക്ക് പരിക്കേറ്റു. കോട്ടയത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടത്താണ് സംഭവം. വിദ്യാർത്ഥിനി ഇറങ്ങുന്നതിന് മുൻപ് ബസ് മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയും സ്വകാര്യ ബസ് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ആ കുട്ടി ഇറങ്ങുന്നതിന് മുൻപ് ബസ് മുന്നോട്ടെടുക്കുക, അമിത വേഗത്തിൽ ഓടിച്ചു പോവുക, ആ കുട്ടി വീണത് കണ്ടിട്ട് നിർത്താതിരിക്കുക, ഒരു രക്ഷാപ്രവർത്തനത്തിനോ ഒരു കൈ സഹായത്തിനോ ആ ബസ്സിൽ നിന്ന് ഒരാളും ഇറങ്ങാതിരിക്കുക, ജീവനക്കാർ ഇറങ്ങാതിരിക്കുക എന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളിലും. ആലപ്പുഴയതുപോലെ തന്നെയാണ് സംഭവം അവിടെയും. കോഴിക്കോട് കനത്ത മഴയിൽ പിക്കപ്പ് ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പയോളി അയനിക്കാട് ദേശീയപാതയിലാണ് അപകടം. മഴയെ തുടർന്ന് ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനുമേൽ വൈദ്യുത പോസ്റ്റ് വീണു. RPL എസ്റ്റേറ്റിലെ സ്കൂൾ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. കുളത്തൂപ്പുഴ കൂവക്കാട് വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റ് ഏകീകരണത്തിൽ വീഴ്ച സംബന്ധിച്ച് CPIM-ഉം സർക്കാരും. അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന് കൃത്യമായ മറുപടിയില്ല. മാർക്ക് സമീകരണത്തിൽ മുൻകൂട്ടി തീരുമാനം വേണ്ടിയിരുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സമ്മതിച്ചു. തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ എതിർപ്പുന്നയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം റദ്ദാക്കേണ്ടി വന്നത് സർക്കാരിന് വൻ തിരിച്ചടിയാണ്. അവധാനതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് സംഭവം വിലയിരുത്തപ്പെടുന്നത്. മാർക്ക് സമീകരണ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്ത ജൂൺ 30 മന്ത്രിസഭാ യോഗത്തിൽ പല മന്ത്രിമാരും എതിർപ്പ് അറിയിച്ചിരുന്നു. CPI മന്ത്രിമാരുടെ അടക്കം എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനത്തിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് അവസാന നിമിഷം മാറ്റം വരുത്തിയെന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. മന്ത്രി മാധ്യമങ്ങളെ പഴിചാരി വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിഴവ് സംഭവിച്ചുവെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ. അത് തുറന്നു സമ്മതിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവസാന നിമിഷം തീരുമാനമെടുത്തതിൽ വീഴ്ചയുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധ വേണമെന്നാണ് CPIM സർക്കാർ നൽകുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം. ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെ കീം റാങ്ക് ലിസ്റ്റ് പട്ടിക പുതുക്കി ഇറക്കിയെങ്കിലും മാനസിക സമ്മർദ്ദത്തിലായത് വിദ്യാർത്ഥികളാണ്. അനിശ്ചിതത്വത്തിന് ഉത്തരവാദി സർക്കാരെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. കീം വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദുവിനെതിരെ രാജി ആവശ്യപ്പെട്ട് KSU പ്രതിഷേധിച്ചു. കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ 300 മുതൽ 1000 റാങ്ക് വരെയാണ് പിന്നോട്ട് പോയത്. വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന തീരുമാനമാണിതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജോ ഒരു കോഴ്സോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ എന്നെ പോലെ തന്നെയുള്ള ഒരുപാട് കീം ആസ്പിറൻസിന് ഇനി എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാണ്. ഒരു ഫ്യൂച്ചറോ ഒരു കാര്യങ്ങളും ഇല്ലാതെ വരാണ്.
സർക്കാരിന്റെ പിടിപ്പുകേടാണ് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നതെന്ന് അധ്യാപകരും രക്ഷിതാക്കളും ആരോപിക്കുന്നു. ഇത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇഷ്യൂ ആണ്. ഒരു സ്റ്റാൻഡർഡൈസേഷൻ, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് നേരത്തെ ആയിരുന്നു, ഇപ്പോഴല്ല. അടുത്ത കൊല്ലത്തേക്കെങ്കിലും കീം എന്ന് പറയുന്ന എക്സാമിൻ്റെ മാർക്ക് ബേസ്ഡ് ആയിരിക്കണം റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് മന്ത്രി പറയുന്നത് അടുത്ത കൊല്ലം നോക്കാമെന്ന്. അടുത്ത കൊല്ലം കീം എക്സാമിൻ്റെ തലേദിവസം അല്ലേ നോക്കേണ്ടത്? ഇപ്പോഴങ്ങനെയാണല്ലോ സംഭവിച്ചത്. ലിസ്റ്റ് വന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ഏതാണ്ട് കോളേജുകളിലൊക്കെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു, കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഇത് റദ്ദാക്കിയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇന്നലെ രാത്രി തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, പുതിയ റാങ്ക് ലിസ്റ്റ്. അത് തികച്ചും സ്വാഗതാർഹമാണ്. ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണെങ്കിലും അത് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് വേഗം കംപ്ലീറ്റ് ആകണം, അത് തന്നെയാണ് ആഗ്രഹം. കേരള ചരിത്രത്തിൽ ഇതുപോലെ അവസാനം മുൾമുനയിൽ നിർത്തി റാങ്കുകൾ മാറുന്ന ഒരു സംസ്കാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പിടിപ്പുകേടായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. മാനദണ്ഡങ്ങൾ മാറ്റിയത് ആർക്കു വേണ്ടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. എന്നിട്ട് ആർക്കു വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവരെ കുളമാക്കി മാറ്റി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് KSU. കൊച്ചിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. തിരുവനന്തപുരത്ത് എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് KSU മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. വിവിധ ബ്യൂറോകളോടൊപ്പം 24 കോഴിക്കോട്. വി മുരളീധര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. ഷോൺ ജോർജ്, മുൻ IPS ഉദ്യോഗസ്ഥ R ശ്രീലേഖ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരാണ്. 24 ബ്രേക്കിംഗ്. മുരളീധര സുരേന്ദ്ര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖരും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരും ഉൾപ്പെടുന്നതാണ് പുതിയ ടീം. PK കൃഷ്ണദാസ് പക്ഷത്തെ കരുത്തൻ MT രമേശ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ പുതിയ ജനറൽ സെക്രട്ടറിമാർ. S സുരേഷും അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തർ. മുരളീധര സുരേന്ദ്ര പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളായ P സുധീറിനെയും C കൃഷ്ണകുമാറിനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വെട്ടി പകരം വൈസ് പ്രസിഡന്റുമാരാക്കി. 10 വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിൽ ഷോൺ ജോർജും മുൻ DGP R ശ്രീലേഖയും ഉൾപ്പെടുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ, C സദാനന്ദൻ, B ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൾ സലാം, K സോമൻ, KK അനീഷ് കുമാർ എന്നിവരാണ് മറ്റു വൈസ് പ്രസിഡന്റുമാർ. അശോകൻ കുളനട, K രഞ്ജിത്ത്, രേണു സുരേഷ്, VV രാജേഷ്, പന്തളം പ്രതാപൻ, ജിജി ജോസഫ്, MP ഗോപകുമാർ, പൂന്ത്ര ശ്രീകുമാർ, P ശ്യാംരാജ്, MP അഞ്ജന രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിമാർ. E കൃഷ്ണദാസ് ട്രഷററും TP ജയചന്ദ്രൻ മുഖ്യ വക്താവുമാണ്. നഷ്ടം നേരിട്ടതിൽ AN രാധാകൃഷ്ണൻ വിഭാഗവും ഉൾപ്പെടുന്നു. മധ്യകേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ AN രാധാകൃഷ്ണനെ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കി. ഭാരവാഹി പട്ടിക സംബന്ധിച്ച് വി മുരളീധര പക്ഷത്തിന് കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നതിനിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ പാളയത്തിൽ പടയും തുടങ്ങി. BJP സംസ്ഥാന പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് PR ശിവശങ്കർ ലെഫ്റ്റ് അടിച്ചു. പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാകുമെന്ന് കരുതിയിരുന്ന നേതാവാണ് PR ശിവശങ്കർ. അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. മാധ്യമ വക്താക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് PR ശിവശങ്കർ ഈ ലിസ്റ്റ് വന്നതിന് പിന്നാലെ പുറത്തുപോയി. പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാകും എന്ന് കരുതിയിരുന്ന നേതാവാണ് PR ശിവശങ്കർ. കോഴിക്കോട് നിന്നുള്ള TP ജയചന്ദ്രനാണ് BJPയുടെ മുഖ്യ വക്താവ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് വരികയാണ്. നാളെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം, അത് ഒപ്പം തന്നെ താഴെ തട്ടിലുള്ള നേതാക്കളെ അമിത്ഷാ കാണുന്നുണ്ട്. അതിനു മുമ്പ് ഭാരവാഹികളെയൊക്കെ പ്രഖ്യാപിച്ച് അവരെ കൂടി ഒരു പുതിയ ടീമിനെ അമിത്ഷയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഈ പട്ടിക പുറത്തുവിട്ടതെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെയും ചില പടലപ്പിണക്കങ്ങൾ, കല്ലുകടികളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് പരിഹരിക്കാനുള്ള നീക്കമുണ്ടോ അതോ അത് ഇങ്ങനെ തന്നെ തുടരുമോ?
വിജയകുമാർ, ഇന്നു തിടുക്കപ്പെട്ട് ഈ പട്ടിക രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചതിന്റെ ഉദ്ദേശം അതൊന്നേ ഉള്ളൂ. അത് അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയാണ്, തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. BJP ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ അമിത്ഷാ നിർവഹിക്കുകയാണ്. അത് മാത്രമല്ല, ഈ വാർഡ് തല നേതാക്കളെയും കാണുന്ന പരിപാടി, വലിയൊരു പരിപാടി പുത്തരിക്കണ്ടത്ത് നടത്തുന്നു. സംസ്ഥാന നേതൃയോഗം അതിനുശേഷം BJPയുടെ സംസ്ഥാന ആസ്ഥാനത്ത് നടക്കുന്നു. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ടീമിനെ, തന്റെ പുതിയ ടീമിനെ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. ആ പുതിയ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ നേരത്തെ നിലനിന്നിരുന്ന ചില വിവാദങ്ങൾ കൂടി തലവെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വി മുരളീധര, കെ സുരേന്ദ്ര പക്ഷത്തെ പൂർണ്ണമായി പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ നിന്ന് വെട്ടിനിരത്തുന്നു. PK കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കളെ കൂടുതലായി ഉൾപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആ പക്ഷത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തുന്നു. ഒപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തർ കൂടി ഈ ഭാരവാഹി പട്ടികയിൽ ഇടം പിടിക്കുന്നു. ഇതാണ് ആ പട്ടികയുടെ ഒരു ചുരുക്കരൂപം. ഈ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്ന P സുധീറും C കൃഷ്ണകുമാറും അവർ കടുത്ത വി മുരളീധര പക്ഷക്കാരായി കരുതിപ്പോരുന്ന നേതാക്കളാണ്. അവർ രണ്ടുപേരെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെട്ടി. അവരിപ്പോൾ വൈസ് പ്രസിഡന്റുമാരാണ് രണ്ടുപേർ. MT രമേശിനെ, PK കൃഷ്ണദാസ് വിഭാഗത്തെ പ്രധാനപ്പെട്ട നേതാവായ MT രമേശിനെ ആ സ്ഥാനത്ത് തന്നെ തുടരാൻ ഇദ്ദേഹം അനുവദിച്ചു, രാജീവ് ചന്ദ്രശേഖർ അനുവദിക്കുന്നു. ഒപ്പം ശോഭാ സുരേന്ദ്രനും ജനറൽ സെക്രട്ടറിയായി എത്തുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട നേതാക്കൾ ജനറൽ സെക്രട്ടറിമാരായി മാറുന്നു. 10 ഉപാധ്യക്ഷയും ഉപാധ്യക്ഷന്മാരുമായി 10 പേരുണ്ട്, വൈസ് പ്രസിഡന്റുമാർ. അതിൽ പ്രധാനപ്പെട്ട മാറ്റം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ്, അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരാണ്. അദ്ദേഹം ഈ വൈസ് പ്രസിഡന്റായി മാറുന്നു. മുൻ DGP R ശ്രീലേഖയും ഈ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അത് ഈ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S സുരേഷും അതുപോലെ അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരും അനുയായികളുമായി കരുതിപ്പോരുന്നവരാണ്. അത്തരത്തിൽ പൂർണ്ണമായി ആ വിഭാഗങ്ങൾ അത് കൈയടക്കിയെന്നാണ് വി മുരളീധര പക്ഷത്തിന്റെയും K സുരേന്ദ്ര പക്ഷത്തിന്റെയും ആരോപണം. അത് അടുത്ത ദിവസങ്ങൾ പാർട്ടിയിൽ ഏത് വിധത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അമിത്ഷാ ഇന്ന് എത്തുകയാണ്. 10 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നത്. അതല്പം ലേറ്റ് ആകും. 12:30 മണിയോടുകൂടി ആയിരിക്കും അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്തുക. ഇന്ന് അദ്ദേഹം വിശ്രമിക്കും. നാളെ ആയിരിക്കും ഈ നേതൃയോഗത്തിലും മറ്റു പരിപാടികളുമൊക്കെ അദ്ദേഹം പങ്കെടുക്കുക. പക്ഷേ അമിത്ഷായുടെ മുന്നിൽ ഈ നേതൃയോഗത്തിലൊന്നും ഈ ഭിന്നത, നേതാക്കളുടെ ഭിന്നത അമിത്ഷായുടെ മുന്നിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിനുശേഷം ഈ ഭിന്നത മറനീക്കി പുറത്തു വരും. ഈ കടുത്ത ഭിന്നത വി മുരളീധര, K സുരേന്ദ്ര പക്ഷത്തിന് നിലനിൽക്കുമ്പോഴും ഈ രാജീവ് ചന്ദ്രശേഖറുമായി അടുപ്പമുള്ള നേതാക്കൾക്കും ഈ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അതിലേറ്റവും ഒടുവിലായി വന്നത് PR ശിവശങ്കറിന്റെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയ സംഭവമാണ്. PR ശിവശങ്കർ രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിനെ അനുകൂലിക്കുന്ന വിഭാഗമാണ്. അതുപോലെ മാധ്യമ വക്താവ് കൂടിയാണ് അദ്ദേഹം. ഈ പാനലിൽ നിന്ന് അദ്ദേഹം സംസ്ഥാന മുഖ്യ വക്താവായി നിയമിക്കപ്പെടും എന്നൊരു വിഭാഗം, അല്ലെങ്കിൽ PR ശിവശങ്കറുമായി അടുത്തു നിന്ന ഒരു വിഭാഗം ആളുകൾ കരുതിയിരുന്നു. പക്ഷേ അവിടെ നിയമിച്ചത് മറ്റൊരാളെയാണ്. സ്വാഭാവികമായുള്ള അതൃപ്തി ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കാൻ കാരണമായി. അതുമാത്രമല്ല വിജയകുമാർ, സാമുദായിക സന്തുലനം പാലിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ BJP ഭാരവാഹി പട്ടികയിൽ ഉയരാൻ പ്രധാനപ്പെട്ട കാരണമായി വരിക. 50% ഈഴവ നേതാക്കൾ ഉണ്ടായിരുന്നിടത്ത് എത്ര പേർ ഇപ്പോൾ ഈഴവ നേതാക്കളായി ഭാരവാഹി പട്ടികയിലുണ്ട്? നായർ സമുദായത്തിൽ നിന്ന് എത്ര പേരുണ്ട്? മറ്റു ന്യൂനപക്ഷങ്ങളിൽ നിന്ന് എത്ര പേരുണ്ട്? വനിതാ യുവ പ്രാതിനിധ്യം എത്രമാത്രം? തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായി മുതിർന്ന നേതാക്കളും. ശരി അലക്സ്, എന്തായാലും നാളെ അമിത്ഷാ പങ്കെടുക്കുന്ന നേതൃയോഗമുണ്ട്. ആ യോഗത്തിൽ ഈ പരാതിയുള്ളവർ അത് ഉന്നയിക്കുമോ അതോ അതിനുശേഷം ഈ പരാതി നേതൃത്വത്തെ അറിയിക്കാനായി കാത്തിരിക്കുമോ എന്നറിയില്ല. എന്തായാലും അമിത്ഷായുടെ നാളത്തെ യോഗങ്ങൾ പ്രധാനപ്പെട്ടതാണ് BJP സംബന്ധിച്ച്. പരാതിയുള്ളവർ ഒരു പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തന്നെ ആ പരാതി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ അത് എത്രത്തോളം വിജയിക്കുമെന്നും അറിയില്ല. അലക്സ് ഷാ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. CPM നേതൃത്വത്തെ വിമർശിച്ച് മുൻ MLA PK ശശി, തന്നിൽ അഴിമതി ആരോപിക്കുന്നവർ സ്വന്തം ഷർട്ടിലെ കറ ആദ്യം പരിശോധിക്കണമെന്ന് PK ശശി പറഞ്ഞു. മണ്ണാർക്കാട് ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഈ പരാമർശം. മാലിന്യക്കുമ്പാരത്തിൽ കഴുത്തോളം മുട്ടത്തിന് മുന്നിൽ നിന്ന് കരക്ക് നിൽക്കുന്നവരാണ് കുപ്പായത്തോട് കറുത്ത കുത്തിലകത്ത് കടിക്കുക എന്ന് പറയുന്നത് മ്ലേച്ഛകരമാണെന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഇതെല്ലാം തന്നെ സാമൂഹ്യമായ നല്ല സോഷ്യൽ ഓഡിറ്റിംഗിലേക്കോ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം. ഒരു സംശയവുമില്ല. മറ്റൊരു കാര്യത്തിലേക്കും ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാൽ തന്നെയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഈ വേദിയിൽ, ഇത്തരമൊരു വേദിയിൽ ഈ
പരാമർശം എന്ത് ലക്ഷ്യം വെച്ചായിരുന്നു? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം പ്രസംഗം നടത്തേണ്ട ഒരു വേദിയായിരുന്നില്ല, ഒരു വികസന പദ്ധതിയുമായി ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു. മറ്റു നേതാക്കളൊക്കെ ഉള്ള ഒരു വേദിയാണ്, പാർട്ടി വേദി ഒന്നുമല്ല. അവിടെ എന്തിനാണ് ഇത്തരം ഒരു പരാമർശം പി കെ ശശി നടത്തിയത്? എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം? വിജയകുമാർ, ഇത് കുറച്ച് ദിവസമായി മണ്ണാർക്കാട് മേഖലയിൽ പാലക്കാട് CPM-നെ ഏതാണ്ട് പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന ഒരു പരിപാടി തന്നെയായിരുന്നു. കാരണം പി കെ ശശി പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് അവിടെ വാർത്തയായി പുറത്തു വരുന്നത് CPM-ന്റെ ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇത് പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും അവിടെ വാർത്തയായി പുറത്തു വരുന്നത് CPM-ന്റെ കൗൺസിലേഴ്സിനോട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകിയെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പാർട്ടി നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ശശി പങ്കെടുക്കുന്നത് കൊണ്ട് അത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് അവർ പോയി എന്നതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെയാണ് ഇന്ന് സമയം മുൻപ് ഈ പരിപാടിക്ക് അല്പസമയം മുൻപ് ഡിവൈഎഫ്ഐയുടെ നേതാവ് ശ്രീരാജ് തന്നെ നേരിട്ട് ആ മേഖലയിലെത്തി ലീഗ് നേതൃത്വത്തെ വിമർശിക്കുന്ന തരത്തിൽ ഇതിലൊരു അഴിമതി ഉണ്ടെന്ന തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കൂടാതെ പി കെ ശശിക്ക് മേൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പി കെ ശശി ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗമല്ലല്ലോ എന്ന ഒരു മറുപടി മാത്രമാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ശ്രീരാജ് നൽകിയത്. എന്തായാലും അതിനുശേഷമാണ് പി കെ ശശിയുടെ ഒരു പ്രതികരണം ഈ വേദിയിൽ, അതായത് കുഞ്ഞാലിക്കുട്ടിയും ഉദ്ഘാടകനായ ഈ വേദിയിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇരിക്കുന്ന വേദിയിൽ ഇത്തരം ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത് കൈയടിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയുന്നത്. അതൊരു സിനിമാ ഡയലോഗ് ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് CPM നേതൃത്വത്തെ വിമർശിക്കുന്ന ഒരു നിലപാടാണ് പി കെ ശശി ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചത്. സ്വാഭാവികമായി അത്തരത്തിൽ പി കെ ശശി ഒരു നിലപാട് പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു എന്ന് തോന്നുന്നു ശ്രീജിത്ത്, അല്ലേ? അതിന്റെ നോട്ടീസിൽ അദ്ദേഹത്തിന്റെ ഒക്കെ പേര് കാണുന്നുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുക മാത്രമല്ല ഇതിന്റെ ഉദ്ഘാടകനായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കാൻ ആദ്യാവസാനം പി കെ ശശിയും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അവിടെയാണ് മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത്. പി കെ ശശി വരുന്ന സമയത്ത് തന്നെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പി കെ ശശി അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു ആദ്യാവസാനം. എന്തായാലും ഇതിൽ തന്റെ ഷർട്ടിലെ കറ നോക്കുന്ന ആളുകൾ മറ്റ് മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിമർശനം, കഴുത്തറ്റ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് വിമർശനം നടത്തുന്നത് എന്നതാണ് പി കെ ശശിയുടെ വിമർശനമുള്ളത്. എന്തായാലും ലീഗ് നേതാക്കളോ അല്ലെങ്കിൽ BJP നേതാക്കളോ പി കെ ശശി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടില്ല. അഴിമതി ആരോപണം എന്ന തരത്തിൽ CPM നേതാക്കളാണ്, CPM ആണ് അദ്ദേഹത്തെ ഇപ്പോൾ കേവലം ഒരു പാർട്ടി അംഗം മാത്രമാക്കി ചുരുക്കിയിരുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി അവർക്കെതിരെ തന്നെയാണ് ആ വിമർശനം പി കെ ശശി ഉന്നയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇത് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിജയകുമാർ, മണ്ണാർക്കാട് ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രസംഗം അതേതായാലും കോൺഗ്രസിന്റെയോ ലീഗ് നേതാക്കളെയോ ഒന്നും ലക്ഷ്യം വെച്ചല്ല, സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് തന്നെയാണ് പി കെ ശശിയുടെ ഇത്തരം പരാമർശങ്ങൾ. അതേത് തരത്തിൽ CPM രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പാലക്കാട്ട് പ്രതിഫലിക്കുമെന്നത് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ അറിയാം. ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. തനിക്കും വകുപ്പിനുമെതിരെയുള്ള വിമർശനങ്ങളിൽ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനുമെതിരെ തുറന്നടിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ. ജോസ് കെ മാണി മുന്നണി മര്യാദ ലംഘിച്ചെന്നും AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. തന്നെ നന്നാക്കാൻ വരുന്നതിന് മുൻപ് അവനവൻ നന്നാവണമെന്നും മന്ത്രി വിമർശിച്ചു. 24 എക്സ്ക്ലൂസീവ്. അത് വലിപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാ പാർട്ടികളും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അവ മുന്നണി ചർച്ച ചെയ്ത് അവിടെ എടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ തീരുമാനത്തിന് വിധേയമായി മാത്രമാണ് എല്ലാ കക്ഷികളും പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഓരോ പാർട്ടിക്കും അവരുടേതായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഉണ്ടാകാം. അത് വളരെ പക്വതയോടെ ഉന്നയിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. പരസ്യമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും നിരന്തരമായി ഉയരുന്ന വിമർശനങ്ങളിലാണ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. ജോസ് കെ മാണിയുടെ പേരെടുത്തു പറഞ്ഞാണ് മന്ത്രി വിമർശനത്തിന്റെ കടുപ്പമേറ്റിയത്. പക്വതയോടെ വിമർശനം ഉന്നയിക്കണമെന്നും AK ശശീന്ദ്രൻ. ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ വകുപ്പിനെ കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേദിയുണ്ട്. ആ വേദി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ഫലപ്രദമായി ശ്രദ്ധിക്കാനും പരിഹാരം കാണാനും ശ്രമിക്കാൻ കഴിയുക. കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും ആ പരിധി ലംഘിച്ചെന്നും AK ശശീന്ദ്രൻ തുറന്നടിച്ചു. തന്നെ നന്നാക്കാൻ വരുന്നതിന് മുൻപ് അവനവൻ നന്നാവണം. മുന്നണി മര്യാദകൾ പാലിച്ച് പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷക്കനുസരിച്ചാണോ എൻ്റെ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഞാനാണ് വിലയിരുത്തുന്നത്. എന്നെ നന്നാക്കാൻ വേറെ ആൾ വരുന്നതിനേക്കാളും നല്ലത് അവനവൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും NCP തീരുമാനിച്ചിട്ടുണ്ട്. 24-നോട് നടത്തിയ AK ശശീന്ദ്രന്റെ പ്രതികരണം LDF-നകത്തും ചർച്ചകൾക്ക് വഴിവെച്ചു. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്.
വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുൻനിർത്തി കേരള കോൺഗ്രസ് എം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ CPIM മുന്നണിയിൽ ചർച്ച ചെയ്ത് രാഷ്ട്രീയ പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത്. നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മുന്നണിയാണ് LDF എന്നും ആരെങ്കിലും അടരുന്നെങ്കിൽ അടരട്ടെ എന്നുമായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. വനം വന്യജീവി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ അടർത്തി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായി CPIMന് അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണി ശിഥിലമാകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി വന്ന ശേഷം തീരുമാനമെടുക്കും. എന്നാൽ ശ്രമം വിജയം കാണുമോ എന്ന ആശങ്ക നേതാക്കളുടെ പ്രതികരണങ്ങളിലുണ്ട്. അതെല്ലാം അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഉന്നയിച്ചാളും ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ട് പ്രതികരണം കൊടുത്തവരുമെല്ലാം പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. അവർ ഉറപ്പായി പറഞ്ഞല്ലോ പോകുന്ന പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് വീണ്ടും സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായതോടെ CPIMൽ ചിലരെങ്കിലും കേരള കോൺഗ്രസിനെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ സാഹചര്യം മുതലെടുത്താണ് വനമന്ത്രി AK ശശീന്ദ്രൻ കേരള കോൺഗ്രസ് എമ്മിനെതിരെ വിമർശനം കടുപ്പിക്കുന്നത്. വനം വിഷയങ്ങളിൽ ശക്തമായ എതിരഭിപ്രായമുള്ള കേരള കോൺഗ്രസ് മന്ത്രി AK ശശീന്ദ്രനെയാണ് പഴിചാരുന്നത്. കേരള കോൺഗ്രസിനെ UDF എത്തിക്കാനുള്ള നീക്കത്തെ ജോസഫ് വിഭാഗം എതിർക്കുകയാണ്. ഇന്നലത്തെ UDF യോഗത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ PJ ജോസഫാണ് എതിർപ്പ് അറിയിച്ചത്. 24 തിരുവനന്തപുരം. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് വീണ്ടും മോദി സ്തുതിയുമായി ഡോക്ടർ ശശി തരൂർ എം പി. നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും രാജ്യം ദേശീയതയിലേക്ക് മാറിയെന്നുമാണ് ലണ്ടനിലെ പ്രഭാഷണത്തിൽ തരൂരിന്റെ പരാമർശം. പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്നുവെങ്കിൽ പാർട്ടി വിടണമെന്നാണ് തരൂരിന് K മുരളീധരന്റെ ഉപദേശം. 2047 ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറി. വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ശശി തരൂർ. വിദേശ നയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ ഭരണമാറ്റമുണ്ടായതിനാലാണ് ഇത് സാധ്യമായതെന്നും തരൂർ. As India engages strategically with an increasingly multipolar, immensely globalized and interdependent world. And of course, a sharp rightward swing in our politics, from the centrism, even left-of-center politics of the Congress Party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. തരൂരിന്റെ മോദി പരാമർശത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി K മുരളീധരൻ. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാലോ. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതിൽ പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ നയം അദ്ദേഹം സ്വീകരിക്കുക. ശശി തരൂരിന്റെ നിലപാടിനെ വിമർശിച്ച CPIM രംഗത്തെത്തി. BJPക്ക് വേണ്ടി ഇത്രയും നാണം കെട്ട വർത്തമാനം പറയുന്ന ഒരാള് സ്വന്തം പാർട്ടിയുടെ അത്യുന്നതമായ വർക്കിംഗമാക്കി മാറ്റുന്ന പാർട്ടിയെ പറ്റി നാം പറയുന്നു ആ കഷ്ടമെന്ന്. സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും, സമയമാകുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തേക്കാം. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമെഴുതിയതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയെ വീണ്ടും പ്രകോപനത്തിലാക്കി തരൂരിന്റെ മോദി പ്രശംസ. 24 ഡൽഹി. പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്കിടയാക്കിയെന്ന് CPI തൃശൂർ ജില്ലാ സമ്മേളന റിപ്പോർട്ട്. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്നും LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മാറ്റം വേണമെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. തൃശൂരിൽ VS സുനിൽകുമാറിന്റെ തോൽവിയുടെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാണ് CPI ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട്. തോൽവിക്ക് പ്രധാന കാരണം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം. തൃശൂരിൽ VS സുനിൽകുമാറിന്റെ തോൽവി പ്രതീക്ഷകളെ തകിടം മറിച്ചു. 5 വർഷം മുൻപ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വാടകയ്ക്കെടുത്ത് സുരേഷ് ഗോപി തൃശൂരിൽ പ്രചാരണം തുടങ്ങി. LDFന്റെ സാമ്പ്രദായിക തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയിൽ മാറ്റം വരണമെന്നും നിർദ്ദേശം. ബൂത്ത് തലത്തിൽ വോട്ട് ചേർക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകിയെങ്കിലും ഘടകങ്ങൾ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള സഹകരണ മേഖലയിലെ അഴിമതി ലോക്സഭാ പരാജയത്തിന്റെ ആക്കം കൂട്ടി. തെരഞ്ഞെടുപ്പ് ദിവസം മുൻ LDF കൺവീനർ EP ജയരാജൻ നടത്തിയ വാർത്താ സമ്മേളനം തിരിച്ചടിയായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 24 തൃശൂർ.
കേരളത്തിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള PM കുസും പദ്ധതി ക്രമക്കേടിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് രമേശ് ചെന്നിത്തല. നിയമസഭാ സമിതി വിഷയം അന്വേഷിക്കണമെന്ന് രമേശ് ആവശ്യപ്പെട്ടു. തനിക്കിതിൽ പങ്കില്ലെന്നും രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24 പറഞ്ഞു. കേരളത്തിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസുമിനെതിരെയാണ് ആരോപണം. കർഷകർക്ക് 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സൗജന്യമായി വെച്ചു നൽകുന്ന പദ്ധതിയിൽ 100 കോടി രൂപയുടെ അഴിമതിയെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. 240 കോടിയുടെ പദ്ധതിക്ക് നബാർഡിൽ നിന്ന് 175 കോടി രൂപ വായ്പയെടുത്തു. വായ്പയെടുത്ത പണത്തിൽ നിന്നും തട്ടിപ്പ് നടത്തി. അനർട്ട് സിഇഒയും വൈദ്യുതി മന്ത്രിയും ഒന്നിച്ചാണ് ക്രമക്കേട് നടത്തിയത് എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. 5 കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള ഒരാളാണ് അനർട്ടിന്റെ സിഇഒ. 240 കോടി രൂപയ്ക്ക് അദ്ദേഹം എങ്ങനെ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ടെൻഡർ വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നത് പകൽ പോലെ വെളിവാകുന്ന ഒരു കാര്യമാണ്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിഷയം അന്വേഷിക്കും. ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടി ഉറപ്പെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരറിവുമില്ലെന്നും കെ കൃഷ്ണൻകുട്ടി 24 പറഞ്ഞു. അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വരുമ്പോൾ എന്താണെന്നുള്ള വസ്തുത അറിയാലോ. ടെൻഡർ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ, എംപാനൽ ചെയ്തതാണോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതൊരു അന്വേഷിക്കാനുള്ളൊരു ഒരാൾ ഉന്നയിച്ചാൽ അന്വേഷിക്കാതെ ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ മാറ്റി നിർത്തും. ഞാൻ രമേശ് ചെന്നിത്തലയായിട്ട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് എന്താണ് അദ്ദേഹം കേട്ട തെളിവുണ്ടെങ്കിൽ നമുക്ക് നടപടിയെടുക്കാം. കരാറിന്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ അഴിമതി ആരോപണം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം കൊച്ചിയിൽ തിരിച്ചിറക്കി. രാത്രി 8:08 മുംബൈക്ക് പറന്ന വിമാനമാണ് 8:30 തിരികെ ഇറക്കിയത്. കാലാവസ്ഥ അനുയോജ്യമാകുമ്പോൾ മുംബൈക്ക് പോകും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. YS അഭിനന്ദാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അഭിനന്ദ്, കനത്ത മഴ പെയ്തിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂറായി കൊച്ചിയിൽ. അതാണോ ഈ മോശം കാലാവസ്ഥ എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിയിൽ? വിജയകുമാർ, കഴിഞ്ഞ ഏതാനും മണിക്കൂറായി കൊച്ചിയിൽ കനത്ത മഴയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും മഴ തുടരുകയാണ്. അതിനെ തുടർന്ന് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നത്. രാത്രി 8:08 മുംബൈയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മുംബൈക്ക് പോകേണ്ട വിമാനമാണ് 8:30 തിരിച്ചിറക്കിയിരിക്കുന്നത്. കാലാവസ്ഥ അനുയോജ്യമാകുമ്പോൾ മുംബൈക്ക് തിരികെ പോകാൻ സാധിക്കുമെന്നതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് മറ്റ് വിമാനങ്ങളുടെ സർവീസിനൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ തിരിച്ച് ഇറക്കിയ സാഹചര്യമുള്ളത്. വിജയകുമാർ. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. കാലാവസ്ഥ മെച്ചമാകുമ്പോൾ, അനുയോജ്യമാകുമ്പോൾ മുംബൈക്ക് തിരികെ പറക്കും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കൊച്ചി കത്രിക്കടവ് റോഡിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞു. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. വാഹനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിനന്ദ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഇവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? വിജയകുമാർ, കൊച്ചി കത്രിക്കടവ് കലൂർ റോഡിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഏതാണ്ട് 9 മണിയോടുകൂടിയായിരുന്നു അപകടം. കാർ ഡിവൈഡറിൽ ഇടിച്ച് തല കീഴായി മറിയുകയാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ടതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വാഹനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതാനും മണിക്കൂറുകളായിട്ട് കൊച്ചി നഗരത്തിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു അപകടം എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഡിവൈഡർ ഇടിച്ച് തലകീഴായി മറിയുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിജയകുമാർ. അഭിനന്ദ്, എത്ര യാത്രക്കാരുണ്ടായിരുന്നു ഈ വാഹനത്തിൽ? കാണുമ്പോൾ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു അപകടമാണല്ലോ ദൃശ്യങ്ങളിൽ. വിജയകുമാരത്ത് 3 യാത്രക്കാരുണ്ടായിരുന്നു എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ആശുപത്രി അധികൃതർ പോലീസ് നൽകിയ വിവരം അനുസരിച്ച് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ്. കത്രിക്കടവ് കലൂർ റോഡിൽ ഏതാണ്ട് 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വിജയകുമാർ. ഈ ദൃശ്യങ്ങൾ കത്രിക്കടവ് കലൂർ റോഡിലാണ് കൊച്ചിയിൽ. അവിടെ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. കനത്ത മഴ ഉണ്ടായിരുന്നു. ആ മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാനാണ് സാധ്യത എന്നാണ് പ്രാഥമിക വിവരം. വാഹനത്തിലുണ്ടായിരുന്നവർ സുരക്ഷിതരാണ്, അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് പോലീസിന് കിട്ടിയ വിവരങ്ങൾ. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.
ഭരണപ്രതിസന്ധിയിൽ കുഴഞ്ഞുമറിഞ്ഞ് കേരള സർവകലാശാല. VC നിയമിച്ച് രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പൻ പദവി ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ച് കത്തു നൽകി. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തിരിച്ചയച്ചു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യം VC തള്ളി. വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ ചുമതല ഒഴിയുന്നു. രജിസ്ട്രാർ ഇൻചാർജ് ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ വൈസ് ചാൻസലർക്ക് കത്തയച്ചു. ഇന്ന് രാവിലെ രജിസ്ട്രാർ എന്ന നിലയിൽ മിനി കാപ്പൻ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തി. അതിനിടെ ഡോക്ടർ KS അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവമുള്ള ഫയലുകളടക്കം VC മടക്കി. വരട്ടെ നോക്കാമെന്നായിരുന്നു ഫയൽ നീക്കത്തെക്കുറിച്ചുള്ള രജിസ്ട്രാറുടെ മറുപടി. വരട്ടെ നോക്കാം. VC ഓഫീസിൽ എത്താത്തതിൽ പ്രതിഷേധിച്ച് SFI രംഗത്തെത്തി. കേരള യൂണിവേഴ്സിറ്റി VC എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. VC തിങ്കളാഴ്ച സർവകലാശാല ആസ്ഥാനത്ത് എത്തുമെന്നാണ് വിവരം. സർവകലാശാലകളിൽ ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് VCമാർ പ്രയോഗിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സമരത്തിൽ പങ്കെടുത്ത 9 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. VCയുടെ ഓഫീസിൽ അതിക്രമം കാട്ടി എന്ന് ആരോപിച്ചാണ് നടപടിയെടുത്തിരിക്കുന്നത്. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് ഈ മാസം 8-ാം തീയതി SFI കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഉടൻ ഹോസ്റ്റൽ ഒഴിയണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഒഴിയില്ലെന്നും സമരം തുടരുമെന്നും SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സാദിഖ് 24-നോട് പറഞ്ഞു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.